വാഴയിലയിൽ നല്ല അടിപൊളി ഒരു ചിക്കൻ ബിരിയാണി, അതും നല്ലൊരു കിടിലൻ ചിക്കൻ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ഒരു കിടിലൻ ബിരിയാണി കഴിച്ച കഥയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം വള്ളക്കടവുള്ള അനസ് ഹോട്ടലിലേക്കാണ്. ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒക്കെ നല്ല ഫേമസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പൊറോട്ടയൊന്നും കഴിക്കാനല്ല എത്തിയിട്ടുള്ളത്, ഉച്ച സമയത്താണ് എത്തിയിട്ടുള്ളത്. 2 മണിയായിട്ടുണ്ട്. നല്ല വാഴയിലയിൽ നല്ല കിടിലൻ ചിക്കൻ ബിരിയാണിയും അല്ലെ ബീഫ് ബിരിയാണിയും കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് എത്തിയതാണ്. അപ്പോൾ വാഴയിലെത്തി, ബിരിയാണി എത്തി. ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന ബിരിയാണി നമുക്ക് വാഴയിലോട്ട് അങ്ങ് വിളമ്പി തരുവാണ് ചെയ്യുന്നത്. പപ്പടം ഉണ്ട്, പപ്പടം നമുക്ക് മാറ്റി വയ്ക്കാം. വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് തപ്പി നോക്കാട്ടോ. ബിരിയാണിയുടെ കൂടെ തന്നെ ഒരു പീസ് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ടായിരിക്കും. പിന്നെ അതിന് പുറമെ മസാലയിൽ ഒരു പീസ് ഉണ്ടാവും. അപ്പോൾ 2 വലിയ പീസ് ചിക്കൻ പീസാണ് ഒരു ബിരിയാണിയിൽ ഉണ്ടാവുക. ഒന്ന് ഫ്രൈ ചെയ്തതും ഒന്ന് മസാല ഇട്ടതും. 110 രൂപയാണ് ഈ ഒരു ബിരിയാണിക്ക് വരുന്നത്. കൂടെ ഒരു മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചിക്കൻ പീസ് ആയിട്ടില്ല, മസാല സലാഡ് ഒന്നുമില്ല. മുട്ട സദ്യ ഉണ്ടായിരുന്നു. വാഴയിലയിൽ കിട്ടുന്ന ബിരിയാണി. ബിരിയാണിയുടെ കൂടെ തൊട്ടുകൂട്ടാനായിട്ടുള്ള സലാഡ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാർ എത്തിയിട്ടുണ്ട്. ബിരിയാണിയിലെ മസാലയുടെ കൂടെയുള്ള ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അതിന്നൊരു കഷ്ണം ചിക്കനും ആ ഒരു മസാലയൊക്കെ കൂട്ടിയിട്ട് ആ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നോർമലി പ്ലേറ്റിൽ വിളമ്പുന്നേക്കാളും വാഴയിലൊക്കെ ബിരിയാണി വിളമ്പുമ്പോഴത്തേക്കും അത് കാണാനും അതുപോലെ കഴിക്കാനും പ്രത്യേക ഒരു സുഖം അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, ജസ്റ്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കൊരു ബീഫും കൂടെ പറയാം. ബീഫ് ഷെയർ ചെയ്താലോ? ഒരു ബിരിയാണി എന്നിട്ട് വിശപ്പ് മാറാത്തതുകൊണ്ട് പിന്നെ നമ്മളൊരു ബീഫ് ബിരിയാണി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബീഫ് ബിരിയാണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടെ അങ്ങ് ഷെയർ ചെയ്തെടുക്കാൻ തീരുമാനിച്ചു കേട്ടോ. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു ബിരിയാണി കഴിക്കാനുള്ള വയറും കൂടെ ഇല്ല. ഒരു ബിരിയാണി വാങ്ങി, ബീഫ് ബിരിയാണി നമുക്ക് 3 പേർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാം. ബീഫ് ബിരിയാണിയിൽ മുട്ട. അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇല നമ്മൾ തന്നെ എടുക്കണം, വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാം. 110 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് റേറ്റ് വന്നത്. 130 രൂപയാണ് നമുക്ക് ബീഫ് ബിരിയാണിക്ക് റേറ്റ് വന്നത്. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് നേരെ നമ്മുടെ ട്രിവാൻഡ്രം വള്ളക്കടവുള്ള അനസ് ഹോട്ടലിലേക്ക് ഒന്ന് വിട്ടോളൂ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. കൂടെ എൻ്റെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട.